بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, തങ്ങൾ ദുആ ചെയ്യുക, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ് ഫലഖിന്റെ റബ്ബിനോട്. ഫലഖ് എന്ന് പറഞ്ഞാൽ സുബ്ഹി അഥവാ പ്രഭാത സമയം എന്നാണ് അർത്ഥം. രാത്രിയിൽ ഭയവിഹ്വലനായ വ്യക്തി പ്രഭാത സൂര്യനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സമയങ്ങളുടെയും റബ്ബ് ആയിരിക്കെ എന്തിനാണ് പ്രഭാതവേളയുടെ റബ്ബ് എന്ന് പ്രത്യേകമായി പറഞ്ഞു? റാസിമാം പറയുന്ന മറുപടി, ലിഅന്നഹു വഖ്തു ദുആഇൽ മുൽതസീൻ, പ്രഭാത സമയം യാതന അനുഭവിക്കുന്നവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മാത്രമല്ല വ ഇജാബത്തുൽ മൽഹൂഫീൻ, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതും പ്രഭാത സമയത്താണ്. അതുകൊണ്ടാണ് പ്രഭാത സമയത്തിന്റെ നാഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ദുആ ചെയ്യാൻ അള്ളാഹു തആല പഠിപ്പിച്ചു. മിൻ ശർരി മാ ഖലഖ്, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുള്ള ദ്രോഹം ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന മുഴുവൻ വസ്തുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മനുഷ്യനെ ഉപദ്രവിക്കുന്ന, ദ്രോഹം ചെയ്യുന്ന ഇബ്ലീസ്, അതുപോലെ സിഹ്ർ ചെയ്യുന്ന സാഹിർ, മാരണവിദ്യക്കാരൻ, അതുപോലെ പാമ്പ്, തേള് തുടങ്ങിയ ഇഴജന്തുക്കൾ, അതുപോലെ വേദനയുണ്ടാക്കുന്ന വിഷം കലർന്ന ഭക്ഷണപാനീയങ്ങൾ തുടങ്ങിയ വിനാശകരമായ സർവസംഗതികളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ വിവക്ഷ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം ഗാസിഖിന്റെ ഷർറിൽ നിന്നാണ്. ഗാസിഖ് എന്ന് പറഞ്ഞാൽ ഇരുൾമുറ്റിയ രാത്രി എന്നാണ് അർത്ഥം. ഇദാ വഖബ, അത് നമ്മിൽ ആഗതമായാൽ, പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇരുൾമുറ്റിയ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ആപത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. പാമ്പ്, തേള് തുടങ്ങിയ ഇഴജന്തുക്കൾ, അതുപോലെ പിടിമൃഗങ്ങൾ മുതലായവയൊക്കെ പുറപ്പെടുന്നത് രാത്രി സമയത്താണ്. കള്ളന്മാർ കടന്നാക്രമിക്കുന്നതും രാത്രി സമയങ്ങളിൽ തന്നെ. രാത്രികാലങ്ങളിലാണെങ്കിൽ സഹായിക്കാൻ ആരുമുണ്ടാകില്ല. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിലെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പ്രത്യേകമായി പറഞ്ഞത്. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന മൂന്നാമത്തെ കാര്യം അത് കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നാണ്. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞത് സിഹ്ർ അഥവാ ദുർമന്ത്രം നടത്തുന്നവരെ കുറിച്ചാണ്. ഖുർആൻ കൊണ്ടും സിക്റ് കൊണ്ടും മന്ത്രിക്കാമെന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട്. പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ തകർക്കുക എന്നതാണ് സിഹ്ർ കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉപദ്രവം. കെട്ടുകൾ ഊതുന്നവർ എന്ന ഈ വാചകം ആ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നവർ എന്നതിലേക്കും സൂചനയുണ്ട്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്ന നാലാമത്തെ കാര്യം അസൂയക്കാരന്റെ വിപത്തിൽ നിന്നാണ്, അവന്റെ ഉപദ്രവത്തിൽ നിന്നാണ്, അവന്റെ ഷർറിൽ നിന്നാണ്. മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നീങ്ങാൻ ആഗ്രഹിക്കുക, അതിനാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയാലുവിന്റെ അസൂയക്ക് തീഷ്ണത കൂടുമ്പോൾ മുഴുവൻ തന്ത്രങ്ങളും ഉപയോഗിച്ച്
തന്റെ സുഹൃത്തിന്റെ ജീവിതമാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനത്തിനെയാണ് യഥാർത്ഥത്തിൽ ഒരു അസൂയാലു ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസൂയ വലിയ പാപമാണ്. അസൂയാലുവിന്റെ സൽക്കർമ്മങ്ങൾ ഒന്നും അവന് ഫലം ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തും അഥവാ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഒരുമിച്ച് മുഅവ്വിദത്തൈനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഥവാ അള്ളാഹുവിനോട് സർവ്വവിധ ഷർറുകളിൽ നിന്നും കാവൽ ചോദിക്കാനായിട്ട് 2 സൂറത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നു. ആ 2 സൂറത്തുകളുടെ പേരാണ് മുഅവ്വിദതാനി എന്നുള്ളത്. ഖുർആന് ഹദീസുകളിൽ വന്ന ദിക്റുകളെ കൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്, മന്ത്രിക്കാൻ നമ്മോട് പറഞ്ഞിട്ടും ഉണ്ട്. ഈ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ഈ 2 സൂറത്തുകൾ വളരെ പ്രധാനപ്പെട്ട മന്ത്രിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സൂറത്തുകളാണ്. ഒരു ഹദീസിൽ കാണാം, ഇഖ്റ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി വഹീന തുസ്ബിഹ് 3 مرات തക്ഫീക മിൻ കുല്ലി ഷൈ. രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 3 സൂറത്തുകൾ ചൊല്ലുക, പതിവാക്കി ഓതുക. അങ്ങനെ 3 പ്രാവശ്യം ഈ 3 സൂറത്തുകൾ 2 നേരവും രാവിലെയും വൈകുന്നേരവും ഓതിക്കഴിഞ്ഞാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, അത് എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ ഈ 3 സൂറത്തുകൾ നിനക്ക് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം.